എന്ന് പറഞ്ഞു അലിയേ, ഈ വീടിനകത്ത് കത്തിച്ചു വെച്ച വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഈ വീടിനകം മുഴുവനും വല്ലാത്ത ഇരുളാ. പെട്ടെന്ന് പ്രകാശമങ്ങ് താഴ്ത്തിയപ്പോ ഈ വീടിന്റെ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ അല്ലാ, അതിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ. എവിടെ ഇരുന്നിട്ടാ ചോദിക്കുന്നത്? തന്റെ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കണച്ചപ്പോ ഒരു ഇരുട്ട് കണ്ടപ്പോ ഭർത്താവിനോട് പറയുകയാ, ഖബറിന്റെ അകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ. എന്നെ ഇറക്കി വെച്ചിട്ട് പലകകൾ എടുത്ത് നിരത്തിയിട്ട് എന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പോകുമ്പോ അതിനകത്ത് വെളിച്ചമുണ്ടാകില്ലല്ലോ അലിയേ. പൊട്ടിക്കരയുന്ന ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയാണ് ഫാത്തിമ, മണിയറക്കകത്തിരുന്ന് കരയുകയാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ, ഇന്ന് നമ്മുടെ മണിയറയല്ലേ? അലിയാര് തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുന്നു, ഇന്നിത് പറയേണ്ട ദിവസമാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയാണ്, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് പറഞ്ഞു, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണിയറ ഇവിടെയല്ല. പഠിക്കടാ ചെറുപ്പക്കാരാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ഒരു രാത്രി കിടക്കുന്നതിന് വേണ്ടി മണിയറ ഒരുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേട്ടോ. കല്യാണ വീട്ടിൽ പോയാ എല്ലാവരും പോയി നോക്കുന്നത് അറയാണല്ലോ, മണിയറയാണല്ലോ. എങ്കിൽ പുതുമണവാട്ടി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഇവിടെയല്ല, മണിയറ ഭരിക്കേണ്ടത് ഇവിടെയല്ല, ഇവിടെയല്ല മണിയറ ഭരിക്കേണ്ടത്. എവിടെയെന്നറിയുമോ? ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്നെ കുടിച്ചിടുന്ന 1ാമത്തെ രാത്രി ഉണ്ടല്ലോ, ഇവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ ഭരിക്കേണ്ടത്. ആ കബറിനകത്ത് കടന്നു വരുന്ന മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, അവസാനം പിരിഞ്ഞു പോകുമ്പോ അവര് പറയണം, ലം കനൗമത്തിലാറൂ, പുതിയ പുതിയ പള കിടക്കുന്നത് പോലെ, പുതിയ പെണ്ണ് കിടക്കുന്നത് പോലെ ഈ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് മണിയറക്കകത്ത് കടന്നു ഒരുങ്ങടാ എന്ന് ആ കബറിനകത്ത് വരുന്ന മലക്കുകൾ പോലും പറയണം, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, മണിയറ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താണ്, അവിടെയാണ് മണിയറ ഭരിക്കേണ്ടത്. അതുകൊണ്ട് രാത്രികാലം മുഴുവനും തന്റെ വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഇരുളിനെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, കബറിന്റെ സ്വഭാവത്തെ കുറിച്ച്, ആ കബറിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് വിവാഹത്തിന്റെ നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങളങ്ങനാ, ഇന്നത്തെ പെണ്ണുങ്ങളങ്ങനെയല്ല. അവർക്ക് കബറിനെ കുറിച്ച് അറിയില്ലല്ലോ. പള്ളിപ്പറമ്പിലെ കബർ കിടക്കുന്ന മാതാപിതാക്കൾ കിടക്കുന്ന പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ പോകുമ്പോ പോലും ചെവിയിൽ വെച്ചിരിക്കുന്ന ഫോണൊന്ന് താഴ്ത്താത്ത പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, കബറ് നിസാരമല്ല. ഇനി മുതൽ നിങ്ങൾ പള്ളിപ്പറമ്പിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നറിയുമോ? നിങ്ങൾ ഓരോരുത്തരോടും കബറ് സംസാരിക്കുന്നുണ്ട്. കബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ, ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ ഈ ഖബറും സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖബറ് സംസാരിക്കുന്നത് കേൾക്കാ, ഖബറ് സംസാരിക്കുന്നത് കേൾക്കാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, പടച്ചവരെ, ഒരു മനുഷ്യനെ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കടന്നുപോയി. ജനാസ ഖബറടക്കി, എല്ലാ
എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. കൂടെ വന്നവർ ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങളാരും ഉപദ്രവിക്കരുത്, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരെയും പറഞ്ഞു വിടുകയാ. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയിട്ട് മിണ്ടാതെ ഇരിക്കുകയാ. ഒരുപാട് ആ സമയത്ത് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഒരു മനുഷ്യനെ എന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ ഖബർ ഞെരുക്കുകയാ, കഫം തുണികൾ വലിച്ചു കീറുകയാ, തിന്നുകുടിപ്പിച്ച ശരീരം മുഴുവനും പുഴുക്കൾ തിന്നുകയാ. ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് ഖബർ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. കരഞ്ഞ് 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 ഖബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ. ആ സമയത്ത് ഖബർ പോലും ചോദിച്ചു പോയി, അല്ലദുല്ലുകാല അകുഫാനിലാ തുബിലാ, രക്ഷപ്പെടണോ, ഈ ഖബറെന്ന് പറയുന്ന വീടിന്റെ അകത്ത് രക്ഷപ്പെടണോ? രക്ഷപ്പെടാനുള്ള വഴി ഖബർ പോലും പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സ്വഹാബാ, ഇതുപോലെ ഒരു ദിനം നിങ്ങൾക്കും വരും സ്വഹാബാ. അള്ളാന്റെ റസൂല് തങ്ങൾ ചോദിക്കുകയാ, ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഒരു കുഴി കുഴിക്കും, ഇതുപോലെ ഇവിടെ വന്ന് കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുവോ? 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 ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ നിന്നെ പൊക്കും, അതിൽ സംശയമൊന്നുമില്ല. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആര് പൊക്കും? അസ്റായിൽ. ആ ചങ്ങാതി വല്ലാത്ത ടൈമാ. കറക്റ്റ് സമയം പാലിക്കുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ, കറക്റ്റ് സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന്, ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാവരും, ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൂല. കണ്ടിട്ടുണ്ടോ? ഇഖാമത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയം ഇങ്ങനെ മിന്നി മിന്നി മിന്നി. അല്ലാഹ്, ഇതൊരു ആത്മാർത്ഥതയല്ലേ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വരും, കൊണ്ടുപോയിരിക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പം എന്തായാലും പള്ളിപ്പറമ്പിൽ പോകണ്ടേ? പോകണ്ടേ? ഇനി പോകുന്ന ഖബറെന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിക്കുന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ, ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കരിക്കുമല്ലേ, അപ്പം പിന്നെ ഖബറിൽ പോകണ്ടല്ലോ എന്ന്. ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എല്ലാവരും കരിക്കല്ലേ? എൻ്റെ പൊന്നാര ചങ്ങാതി, ബർസഖ് എന്ന് പറയുന്ന ജീവിതം, മരണത്തിന് ശേഷമുള്ള പരലോകത്തിൻ്റെ ഇടയിലുള്ള ജീവിതം, അതിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അപ്പം എന്തു ആയാലും നമ്മൾ പോയേ പറ്റത്തുള്ളൂ. കരിക്കണോ പൊരിക്കണോ എന്ന് അവർ തീരുമാനിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വലിയ സന്തോഷം. ഏതോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയംകാരനായ ഒരു സ്വാമിയല്ലേ, കോട്ടയംകാരനായ ഒരു സ്വാമി ഇന്നിവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തി. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അവന് ഹിദായത്ത് കൊടുത്തിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. പടച്ചോൻ, ഇപ്പം നമുക്കൊന്നുമല്ല ചർച്ച, നമ്മളിങ്ങനെ ഇപ്പോൾ ഹലാലാ വിഷയം. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തവനാ പടച്ചോൻ.